ഇനി നമുക്ക് ഫേസ്ബുക്ക് ആഡ്സ് മാനേജറിലെ കസ്റ്റം ഓഡിയൻസും അതുപോലെ തന്നെ ലുക്ക് ലൈക്ക് ഓഡിയൻസും എന്താണെന്ന് നോക്കാം. കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഓഡിയൻസിനെ കസ്റ്റമൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഡേറ്റയിലേക്ക് മാത്രം നമുക്ക് ആഡുകൾ ഷോ ചെയ്ത് കാണിക്കാൻ പറ്റും. അതായത് ഇപ്പം ഏതാണോ നമുക്ക് വരുന്ന ഓഡിയൻസ്, ആ ഓഡിയൻസിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലീഡ്സ്, അതായത് നെയിം, ഇമെയിൽ ഐ ഡി, പിന്നെ ഫോൺ നമ്പർ, ഈ 3 ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ എടുത്ത ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡേറ്റ ഈ ഫേസ്ബുക്കിലേക്ക് വീണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരിലേക്ക് മാത്രം നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ സാധിക്കും. സോ അതിനെയാണ് നമ്മൾ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ അത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് വെബ്സൈറ്റിലേക്കുള്ള വിസിറ്റ് ചെയ്ത് ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുകൾ വിസിറ്റ് ചെയ്ത് വരെ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല രീതിയിൽ കസ്റ്റം ഓഡിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കസ്റ്റം ഓഡിയൻസിലൂടെ നമുക്ക് ആഡ് റൺ ചെയ്യാൻ സാധിക്കും. സോ എങ്ങനെയാണ് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓഡിയൻസിൽ വരിക. അതായത് ആഡ്സ് മാനേജർ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും പിന്നെ പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ക്രിയേറ്റ് ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റം ഓഡിയൻസ്, അതുപോലെ തന്നെ ലുക്ക് ലൈക്ക് ഓഡിയൻസ്, സേവ്ഡ് ഓഡിയൻസ്. കസ്റ്റം ഓഡിയൻസ് ആണ് നമ്മൾ പറഞ്ഞത്. സോ ഡേറ്റ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഓഡിയൻസിനെ കസ്റ്റം ചെയ്യേണ്ടത് ആ രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് വീണ്ടും നമുക്ക് ആഡ് റൺ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഡേറ്റ ഫേസ്ബുക്കിലേക്ക് കൊടുക്കുന്നു, നെയിം, ഫോൺ നമ്പർ, അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സൊക്കെ ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ഈ സെയിം പോലെ തന്നെ വരുന്ന സിമിലർ ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് നമുക്ക് ആഡ് റൺ ചെയ്യാൻ സാധിക്കും. സോ അതിനെയാണ് നമ്മൾ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ ഒരേ നേച്ചർ വരുന്ന അല്ലെങ്കിൽ ഒരേ സ്വഭാവമുള്ള ആളുകളിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. സേവ്ഡ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ക്യാമ്പയിൻ ചെയ്യുന്ന നേരത്ത് നമ്മൾ ഓഡിയൻസ് സെറ്റ് ചെയ്യും അല്ലേ. അതായത് ആഡ് സെറ്റിൽ ഏജ് സെറ്റ് ചെയ്യും, ലൊക്കേഷൻ സെറ്റ് ചെയ്യും, ഡീറ്റെയിൽ ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യും അല്ലേ. അങ്ങനെയുള്ള ചെയ്യുമ്പോൾ തന്നെ ആ ഓഡിയൻസിനെയൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. സോ അതിനെയാണ് നമ്മൾ സേവ്ഡ് ഓഡിയൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ കസ്റ്റം ഓഡിയൻസ് ആണ് ചെയ്യുന്നത്. കസ്റ്റം ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യാം. കസ്റ്റം ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതായത് എങ്ങനെയാണ് കസ്റ്റം ഓഡിയൻസിൻ്റെ ഒരു സോഴ്സാണ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. വെബ്സൈറ്റ് ബേസ്ഡ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ അവിടെ കൊണ്ട് നമ്മൾ ഈ കഴ്സർ വെച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കവിടെ അതെന്താണെന്ന് കാണാൻ സാധിക്കും. ക്രിയേറ്റ് ആൻ ഓഡിയൻസ് ബേസ്ഡ് ഓൺ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ഫ്രം യുവർ മെറ്റാപിക്സൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്ത് ചെയ്യാം. പിന്നെ കസ്റ്റമർ ലിസ്റ്റ്, ഇതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ കുറച്ച് ഡേറ്റാസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്പ് ആക്ടിവിറ്റി, നമുക്ക് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് ഫേസ്ബുക്കായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പിൽ വന്ന ആക്ടിവിറ്റിയുടെ ബേസിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു, ഡൗൺലോഡ് ചെയ്തിരിക്കുന്നവർക്കൊക്കെ നമുക്ക് വീഡിയോ ആഡ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഓഫ്ലൈൻ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓഫ്ലൈൻ ആക്ടിവിറ്റിയിലുള്ള ഡേറ്റാസ് നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർക്കും ആഡ് കാണിക്കാൻ സാധിക്കും. അതായത് ഓഫ്ലൈൻ ചെയ്ത് വെച്ചിരുന്നവരുടെ ആ ഒരു ഡേറ്റ, നെയിം, അഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് കാറ്റലോഗ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലേക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിസ്റ്റുകൾ ചെയ്ത് വെക്കാൻ സാധിക്കും. ആ കാറ്റലോഗ്സ് സെയിൽസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കാറ്റലോഗ്സ് വന്നിരിക്കുന്ന ആ ഒരു ഓഡിയൻസിലേക്ക് വീണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. വീഡിയോ പല രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു വീഡിയോ നമ്മൾ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ ചിലപ്പോൾ ഫുള്ളായിട്ട് കാണുന്നവരുണ്ടായിരിക്കും. കംപ്ലീറ്റ് ഇരുന്ന് കണ്ടവർ, ഇടയ്ക്ക് വെച്ച് സ്കിപ്പായി പോയവർ, പിന്നെ കുറച്ച് മാത്രം കണ്ടിട്ട് പോയവർ, ഹാഫ് കണ്ടവർ, അങ്ങനെ പല ടൈപ്പ് ആളുകളാണ് നമുക്ക് വീഡിയോയിൽ വരുന്നത്. സോ ഈ വീഡിയോയിൽ നമുക്ക് ആഡ് എങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ 50% മാത്രം കണ്ടവർ മതിയോ, അല്ലെങ്കിൽ ഫുള്ള് കണ്ടവർ ഒന്നുകൂടെ ആഡ് കാണിക്കണം, അങ്ങനെയൊക്കെ നമുക്കിവിടുന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് നമുക്ക് വിസിറ്റ് ചെയ്തവർ, ഫോളോവേഴ്സ്, അങ്ങനെയുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കും. അതുപോലെ ലീഡ് ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലീഡ് ഫോം ഓപ്പൺ ചെയ്ത് നോക്കിയവർ, ഫില്ല് ചെയ്യാൻ വേണ്ടി ഫില്ല് ചെയ്യാത്ത പോയവർ, സബ്മിറ്റ് ചെയ്തിട്ടില്ല, ലീഡ് ഫോം ഓപ്പൺ ആക്കിയത്,
അവരെയൊക്കെ വീണ്ടും ആഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവരൊക്കെ വീണ്ടും ഇനി ലീഡ് ഫോം സബ്മിറ്റ് ചെയ്താൽ നമുക്കൊരു കൺവേർഷൻ അല്ലെങ്കിൽ ഒരു ലീഡ് കിട്ടും. സോ അത് ലീഡ് ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരുപാട് ഇവൻറ്റ്സുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഫോം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് കണ്ടൻറ്റൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻറ്റ് എക്സ്പീരിയൻസ് രീതിയിലേക്ക് നമുക്ക് ആഡുകൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ആ ഒരു സിമിലർ തന്നെയാണ് വരുന്നത്. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തവർ, അത് ഫോളോ ചെയ്യുന്നവർ, എൻഗേജ് ചെയ്തവർ, അങ്ങനെയുള്ളവരിലേക്കൊക്കെ നമുക്ക് ആഡ് റൺ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ഷോപ്പിംഗ്. നമുക്ക് ഷോപ്പിംഗ് ആഡുകൾ ഉണ്ട്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ക്യാമ്പയിൻസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഷോപ്പിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ പോലെ കാറ്റലോഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഇൻട്രാക്ട് ചെയ്ത ആൾക്കാരെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഓൺ ഫേസ്ബുക്ക് ലിസ്റ്റിംഗ്, അതായത് മാർക്കറ്റ് പ്ലേസ് പോലെയുള്ള അവിടെയുള്ള ഇതിലൊക്കെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, സെയിൽസിന് വേണ്ടിയിട്ട്. സോ അവിടെ വന്ന് എൻഗേജ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിരിക്കുന്ന ആളുകളിലേക്കൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതാണ് AR എക്സ്പീരിയൻസ്. AR എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ഓഡിയൻസിൻ്റെ റിയാക്ഷൻ്റെ അനുസരിച്ച് നമുക്ക് ഫേസ്ബുക്കിലേക്കും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വരുന്ന ആ ഒരു റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് ആഡ് റൺ ചെയ്ത് കാണിക്കാനായിട്ട് അവരിലേക്ക് മാത്രം നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിനെയൊക്കെയാണ് നമ്മൾ കസ്റ്റം ഓഡിയൻസിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് കസ്റ്റം ഓഡിയൻസ് എന്നും അതിൻ്റെ സോഴ്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൂടെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് ഡേറ്റ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നമുക്ക് കസ്റ്റമർ ലിസ്റ്റ് വഴി നമുക്കത് സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ട് കസ്റ്റമർ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ആഡ് ടു ബിസിനസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് അക്കൗണ്ട് ടു എ ബിസിനസ്, അതായത് ബിസിനസ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ.